നമസ്കാരം, സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും നമ്മൾ ഇപ്പം നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് എന്തുപറ്റി കാട്ടിനകത്ത് എന്തൊരു പരിപാടി ഇനി കാട്ടിനകത്ത് പാമ്പിനെ തുറന്നിടാമെന്ന വല്ല ഇരിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഒരുവാതിൽ കോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ കുറച്ച് വിജനമായ സ്ഥലം. നമുക്കറിയാം ഒരുപാട് കോട്ട എന്ന് പറയുമ്പോൾ ആക്കുളം എന്നൊക്കെ പറഞ്ഞ ഒരു കായലിൻ്റെ ഒരു മേഖല. അപ്പോൾ ഇവിടെ സ്ഥിരം മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരും അതുപോലെ എന്താ പറയുക ചൂണ്ടയ്ക്ക് പോകുന്ന ആൾക്കാരും വലയിടുന്ന ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവർ നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് കുറച്ച് 1-2 മാസങ്ങൾക്ക് മുന്നേ വല ഇട്ട് മീൻ പിടിച്ചിട്ട് വല കുരുങ്ങിയപ്പോൾ ആ വല കുരുക്കിയ വല പിന്നെ നോക്കാൻ പറ്റാതെ 1 മാസം എടുത്ത് ഡംപ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ അദ്ദേഹം മീൻ പിടിക്കാനായിട്ട് വന്ന സമയത്ത് ആ വലയ്ക്കകത്ത് ഒന്നിൽ കൂടുതൽ അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞ് വിളിക്കേണ്ടത്. എന്തുപോലെ നമുക്ക് കാണാം അക്കരെ വള്ളത്തിൽ മീൻ പിടിച്ചുകൊണ്ട് കുറച്ചുള്ളിൽ വള്ളത്തിൽ മീൻ പിടിച്ചുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ വല കിടക്കുന്നത് പറമ്പിലാണ് വന്നത്. കണ്ടിട്ടൊരു എന്താ പറയുക വെള്ള വലയാണ്, വലിയ വലയാണ്. പക്ഷേ അതിൽ കുരുങ്ങിയാൽ തന്നെ അങ്ങനെ രക്ഷപ്പെട്ടു പോകാനായിട്ട് സാധ്യതയില്ല. ഈ വലയിലേക്ക് കുരുങ്ങി കഴിഞ്ഞാൽ ഈ വല നൈലോൺ വലയാണ്, കട്ടി കുറഞ്ഞ വല. അപ്പോൾ കടലിലൊക്കെ മീൻ പിടിക്കുന്ന വലയൊക്കെ ആകുമ്പോൾ കടലിലും മറ്റേ ആറ്റിലൊക്കെ മീൻ പിടിക്കുന്ന വലയാകുമ്പോൾ കുരുങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ഇടന്ന് ചത്തുവും. അനക്കൊന്നും കാണുന്നില്ല. പക്ഷേ നമുക്ക് കണ്ടിട്ട് നോക്കി എടുത്തില്ലെങ്കിൽ നമുക്കറിയാൻ പറ്റില്ല. വലയിൽ ഈ വലയ്ക്കകത്ത് ഇങ്ങനെ ചുരുണ്ടിരുന്നാൽ നമ്മൾ ഇതാണ് വല നോക്കില്ലേ, വലിയ വല. ഇതൊക്കെ സാധാരണ പെരുമ്പാമ്പ് മറ്റുമൊക്കെ ഇങ്ങനെയുള്ള സാധനത്തിൽ കുരുങ്ങുന്നത്. പിന്നെ അണലി മൂർക്കൻ വലിയ സൈസുള്ള ചേര ഇതൊക്കെയല്ലേ കുരുങ്ങി കഴിഞ്ഞാൽ അറിയാമല്ലോ. കുരുങ്ങി കഴിഞ്ഞാൽ പിന്നെ വല ഇങ്ങനെ കറങ്ങി ഇങ്ങനെ എന്താ പറയുക വീണ്ടും കുരുങ്ങി ഇങ്ങനെ കുരുങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് എനിക്കൊന്ന് വല കുരുങ്ങിയത് കൊണ്ട് അങ്ങനെ പുള്ളി അത് ഉപേക്ഷിച്ചതായിരിക്കില്ല, ചിലപ്പോൾ അവിടെ ഇട്ടിരുന്നതായിരിക്കാം. ഓ നല്ല മുഴുത്തൊരാളത് നോക്കി. ഇത് നമുക്ക് നോക്കി കൈകാര്യം ചെയ്തില്ലെങ്കിൽ പണി വാങ്ങും. കട്ടി കുറഞ്ഞ വലയാണ്. അപ്പോൾ അത് എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എങ്ങോട്ട് നല്ല സൈസ് കേട്ടോ, നല്ല സൈസ്. എന്താ അപ്പോൾ നമുക്കിതിൽ ഒരെണ്ണമേ കാണാൻ പറ്റുന്നില്ല. നമുക്ക് വല ഇനി ഇതിനെ നമുക്ക് മറിച്ചിട്ട് നോക്കി ചെയ്യാൻ പറ്റും. എന്തെന്നറിയാം, പിടി എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതിനെ അടുത്ത് റിലീസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒന്നിൽ കൂടുതലുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട്. കാരണം ഒന്നിൽ കൂടുതൽ കണ്ടു എന്നാണ് പുള്ളി പറയുന്നുണ്ടോ. ഇതുണ്ടോ, അയ്യോ ഇതുണ്ട് വല. നമുക്ക് ചെറിയ വലയായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഒരു കുഴപ്പമുള്ളത് ഈ എണ്ണ ചേരുന്ന സമയമായതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമുക്ക് പണി ഇരന്ന് വാങ്ങേണ്ടി വരും. ഇവിടെ നമുക്ക് കാണാം. പക്ഷേ ഒരു കുഴപ്പമുള്ളത് ഇതാണ്. കുരുങ്ങി എൻ്റെ അങ്കമ്പാടിയിട്ട് മീൻ വലയാണ്. പക്ഷേ വല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വല ചുരുണ്ടിടുന്നുണ്ട്. പുള്ളി അത് ചുരുട്ടി കൂട്ടി എടുത്താണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം പുള്ളിക്ക് എന്തായാലും ഭാഗ്യമുണ്ട്. ഈ വല വെട്ടിയെടുക്കാൻ വലിയ പാടാണ്. നല്ല കുരുങ്ങിയിട്ടുണ്ട്. കുരുങ്ങി മാത്രമല്ല അതിൻ്റെ തല ഫ്രീ ആണ്, കഴുത്ത് ഫ്രീ ആണ്. അപ്പോൾ കഴുത്ത് കൊണ്ട് ഇങ്ങനെ വരെയാണ് തിരിച്ച് കഴുത്ത് ഫ്രീ കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ്
അടുത്തത് നമുക്കറിയാമല്ലോ, കടിയാണ്. ഏതിൽ തിരിച്ചു വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും നല്ല സൈസ് ഒരു സാധനം. പക്ഷേ മെയിലാണ്. ഈ കഴിഞ്ഞ കുറച്ച് ഒരു 2-3 മാസങ്ങൾക്ക് മുന്നേ ഒരു അണലി കടിച്ചിട്ട് വലിയ പോത്ത് മരിച്ചു എന്ന് പറയുന്നത്. ഒരു 3-4-5 മാസത്തിന് മുന്നേ അണലി കടിച്ചിട്ട് പോത്ത് മരണപ്പെട്ടു എന്നവർ പറയുന്നുണ്ടായിരുന്നു. ഇണ ചേരുന്ന സമയമായിട്ട് നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. കാരണം ഒന്നിൽ കൂടുതൽ എപ്പോഴും കാണാൻ സാധ്യതയുള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ പിന്നെ പാമ്പെന്ന് പറഞ്ഞ ഒരു അത്ഭുത സംഭവം. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. തലയോടെ നന്നായിട്ട് കുരുങ്ങിയിട്ടുണ്ട്, തലയോടെ നല്ലതായിട്ട്. പിന്നെ അതുമാത്രമല്ല, നമ്മൾ സൂക്ഷിച്ച് തന്നെ ചെയ്തില്ലെങ്കിലും തല ഫ്രീ ആവും തോറും നമുക്കറിയാൻ പറ്റില്ല. ചെറിയ വലയുണ്ട്, ഏതിലെങ്കിലും കൂടി വരാം. നന്നായിട്ട് എനിക്കാണത് ഒരു 2-3 മണിക്കൂറോ കഴിഞ്ഞെങ്കിൽ മിക്കവാറും മരിച്ചു കഴിഞ്ഞു. അത്രയ്ക്ക് വലിയ കുരുങ്ങിലാണ് കുരുങ്ങിയിരിക്കുന്നത്. ഉണ്ടോ? അടിപൊളി. എന്തായാലും തീരാറായി. ഇതിന് നമുക്ക് സ്വതന്ത്രമാക്കിയതിന് ശേഷം അടിപൊളി. വേണ്ട, നല്ല സൈസ് ഒരു സാധനം. അപ്പോൾ ഇവിടെയൊക്കെ ഇത് ധാരാളമുള്ള സ്ഥലമാണ്. ഇതുവരെ അത്ഭുതമൊന്നുമല്ല, ഒരുപാട് അണലതികളെ കണ്ടിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെയൊക്കെ. കുറച്ച് നാളായിട്ടേ ഉള്ളൂ ഇവിടെ ഒരു പോത്തിന് അണലിയുടെ കടിയേറ്റ് പോത്ത് മരണപ്പെട്ടിട്ട്. അപ്പോൾ അണലിയാണെന്ന് എങ്ങനെ തീരുമാനിക്കും ചിലപ്പോൾ തോന്നിക്കാം. അപ്പോൾ വായിക്കൂടെ എൻ്റെ ദേഹത്തൂടെ മുഴുവൻ ബ്ലഡ് പൊട്ടി ഒലിച്ച് വായിക്കൂടെയൊക്കെ ബ്ലഡ് വന്ന് അങ്ങനെയാണത് അണലിയാണ് റസൽ സ്വൈപ്പൻ്റെ കടിയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയത്. ഇനി ഇതാണോയെന്നൊന്നും അറിഞ്ഞുകൂടാ. ഇതുപോലെ ഇഷ്ടംപോലെയുള്ള സ്ഥലമാണ്. ഇപ്പോൾ ചിലപ്പോൾ ചവിട്ടി കടിക്കുന്നതാണെങ്കിൽ ആ പരിസരത്ത് തന്നെ മരണപ്പെട്ട ചവിട്ടി പോത്തിൻ്റെ കാലാകുമ്പോൾ നല്ല കുളമ്പല്ലേ, അപ്പോൾ കുളമ്പ് കൊണ്ട് ചവിട്ടുമ്പോൾ അത് പൊട്ടി അവിടെ തന്നെ. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല. ഇതിനെ ചാക്കിലാക്കിയിട്ട് വലയിൽ നോക്കണം. പുള്ളിക്കാരൻ ഒന്നിൽ കൂടുതൽ കണ്ടെന്നാണ് പറഞ്ഞത്. മകൾ ആ ചാക്കിന് ചേരാമോ? അപ്പോൾ എന്തായാലും കിട്ടിയാണല്ലോ ചാക്കിലാക്കി. ഇനി നമ്മൾ വലയൊന്ന് ചെക്ക് ചെയ്യണം. വല ചെക്ക് ചെയ്താൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞേക്കുണ്ട്. കണ്ടതുപോലെയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങനെ നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. നമ്മളെന്തായാലും ഇദ്ദേഹത്തെ മാറ്റി വെച്ചു. ഇനി നമുക്ക് ഈ വല വിശദമായിട്ടൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്.
പറഞ്ഞ ഒന്നിൽ കൂടെ ഉണ്ടെന്ന് പക്ഷേ ഇതിലിപ്പോൾ ഒന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഈ വലിയ വലയായതുകൊണ്ട് ഇറങ്ങി പോയിട്ടുണ്ടെന്നറിയില്ല. എന്തായാലും നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് നോക്കണമെന്നായിരിക്കും. കാരണം വെച്ചാൽ ഈ ഇതിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവന് ഈ ഒരു പുള്ളി ഒരു മണിക്കൂർ സമയമായിട്ടുള്ളൂ നമ്മളെ വിളിച്ചിട്ട്. അപ്പോൾ 1 മണിക്കൂർ സമയത്തിന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എവിടെയും തന്നെ കാണും. അപ്പോൾ നമുക്കൊന്ന് ഇവിടെ കൂടെ നോക്കാം. സംശയം മാത്രമാണ് നമ്മൾ നോക്കുന്നത്. പുള്ളി പറഞ്ഞതുകൊണ്ട് ഇവിടെയൊക്കെ കിടന്നാൽ തന്നെ അറിയില്ല. ഇവിടെ അത്രയും അപ്പോൾ എന്തായാലും നമുക്ക് പുള്ളിക്ക് ചിലപ്പോൾ തോന്നിയതാവാം, ചിലപ്പോൾ വലിയ വലയാണ്ട് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെന്തായാലും ഇവിടെ മുഴുവനും നോക്കി ഒന്നും കണ്ടില്ല. അപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ തലയും വാലും 2 സ്ഥലത്ത് കണ്ടപ്പോൾ പുള്ളിക്ക് ചിലപ്പോൾ 2000 തോന്നിയായിരിക്കും. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. ഇനി ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട്. അപ്പോൾ നമ്മുടെ കിട്ടാത്തതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ അതിഥി, നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയ അതിഥിയെ നമ്മളെന്തായാലും ചാക്കിലാക്കി ഇവിടെ വെച്ചു. ഇനി നമുക്ക് ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട്. അപ്പോൾ നമ്മൾ മറ്റൊരു അതിഥിയെ തേടി സ്നേക്ക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാവുന്നു. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ആദ്യത്തെ അതിഥി വലയൊരുങ്ങിയ അണലി അതിഥിയായിരുന്നു. അതിനെ കട്ട് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടുത്തെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ മണ്ണന്തലയ്ക്ക് അടുത്ത് കേരളാതിത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു വീട്ടിൽ ആ കട്ട് ചെയ്ത് തീർന്നതും അവിടുത്തെ മാഡം വിളിക്കുന്നുണ്ടായിരുന്നു, ഒരു അതിഥി എഴഞ്ഞു വന്ന് കാറിൻ്റെ അടിയിൽ കയറി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാഡം കാറിൻ്റെ അടിയിൽ കയറിയെങ്കിൽ ഒരു പരിപാടി നടക്കില്ല, കാറൊക്കെ പൊളിക്കേണ്ട. ഈ വർഷം ഞാൻ 8-10 കാർ പൊളിച്ച ആളാണ്, മിണ്ടാതിരിക്കാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, അത് അവിടെ ഇരുന്ന് ബോറടിച്ചിട്ട് താഴെ ഇറങ്ങി ഒരു ചെടിച്ചട്ടിക്കകത്തിരുന്നു. അപ്പോൾ നമ്മൾ സമയം കളയാനില്ല, നമ്മൾ പെട്ടെന്ന് അവിടുത്തെ ദൗത്യം അവസാനിപ്പിച്ചിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്നൊരു ഒരു സൂപ്പർ മഴയായിരുന്നു. അതും കഴിഞ്ഞ് നമ്മളെന്തായാലും നമ്മുടെ അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞ വീട്ടിലെത്തി. നമുക്ക് പോകാം, നമുക്ക് നമ്മുടെ അതിഥി ആരാണെന്ന് വന്നിട്ട് അവരോടൊപ്പം ചോദിക്കാം, വിശേഷങ്ങൾ പങ്കുവെക്കാം. അടിപൊളി. നമസ്കാരം. നമ്മുടെ പേരെന്താ? ചന്ദ്രിയ. ചന്ദ്രിയ. സുഖമായിരിക്കുന്നല്ലോ? എന്തുണ്ട് വിശേഷം? സുഖം സുഖം സുഖം. എല്ലാവരും നമസ്കാരം. മാഡമാണ് വിളിച്ചത് അല്ലേ? രാവിലെ മര്യാദയ്ക്ക് ഇരുന്ന പാമ്പിനെ ഓടിച്ച് വണ്ടിക്കകത്ത് കയറ്റി. വീട്ടിനകത്ത് കയറി അല്ലേ? ഡോഗുണ്ടോ? ഈ മാസം എത്ര ഡോഗ് മരിച്ചു എന്നറിയാമോ? ഇന്നലെ ഉൾപ്പെടെ, അണലി അടിച്ചിട്ട് ഉൾപ്പെടെ എനിക്ക് തോന്നുന്നത് 18-17 ഡോഗുകൾ എന്നെ വിളിച്ച കേസുകളുണ്ട്. ഡോഗുകളെല്ലാം മരിക്കുന്നതെല്ലാം ഡാഷ്, മറ്റേ നമ്മുടെ പോമറേനിയൻ്റെ ക്രോസ്, ഈ സാധനം. പക്ഷേ നാടനൊന്നും മരിക്കുന്നില്ല. വീട്ടിൽ വളർത്താൻ പറ്റിയ ഡോഗ് ഏതെന്നറിയാം? നാടൻ നായ. അവൻ്റെ തടി നോക്കാൻ അവനെ അറിയാം. അത് മാത്രമല്ല വേറെ പ്രത്യേകം വെച്ചാൽ അവൻ നോക്കി നിൽക്കും, കുരയ്ക്കും, പോയി പിടിക്കത്തില്ല. ഇത് എവിടെയാണ് കണ്ടെന്ന് പറഞ്ഞത്? എന്നിട്ട് പിന്നെ ഇപ്പോൾ എവിടെയുണ്ടേ? ഈ ചെടിയുടെ അകത്തോ? അവിടെ ആളുണ്ടോ? സുഖമായിരിക്കുന്നല്ലോ? എന്തുണ്ട് വിശേഷം? അവിടെയും കാടല്ലേ? ഓ, ഇത് അപ്പുറത്താണ് കാടല്ലേ? ഓ, ഇത് വഴിയാണല്ലേ? ഓ, അപ്പുറത്ത് കാട്. ഇതിനിപ്പോൾ ഇങ്ങോട്ട് വീടുണ്ടോ? ഓഹോ, ചെടിക്കകത്തുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ചെടിയൊക്കെ വെക്കുന്നത് നല്ലതാണ്. ഈ ചെടി വെച്ചിരിക്കും പോലെ അകലത്ത് ചട്ടി വയ്ക്കുക. ഒരു കുറഞ്ഞതൊരു ചുവരിൽ നിന്നൊരു 8 ഇഞ്ച് 10 ഇഞ്ച് അകലത്തിലേക്ക് വയ്ക്കുക. അതുപോലെ ചട്ടികൾ തമ്മിൽ ഒരു 10 ഇഞ്ച് അകലത്തിലേക്ക് വയ്ക്കുക. അപ്പോൾ എന്താണെന്നറിയാമോ, ഒരു അതിഥികൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുകയില്ല. അവന് ഒരു കണക്കിന് വയ്ക്കുക. ഈ ചട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് വീട്ടിനകത്തേക്ക് കയറി. ഇപ്പോൾ വീട്ടിനകത്ത് കയറും. വീട്ടിനകത്ത് എന്ന് പറഞ്ഞാൽ ഈ തറയും അത് നമ്മൾ ഹൈറ്റില്ല, ചെറിയ ഹൈറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സമയം കളയാം. നമുക്ക് ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട്. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹം ഉണ്ടെന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. ചെടിയെ സ്നേഹിക്കുന്ന അമ്മമാരോടൊക്കെ പറയാനുണ്ട്. കാരണം ഈ പൂവിനെയൊക്കെ സ്നേഹിക്കുന്ന അമ്മമാരെപ്പോഴും ഇങ്ങനെ വന്ന് തടവും. അവർക്ക് ഇഷ്ടപ്പെട്ട മക്കളെക്കാളും ഇഷ്ടമാണ് ചെടികളോട്. അപ്പോൾ അവരിങ്ങനെ തടവും. അപ്പോൾ
നവംബർ ഡിസംബർ ജനുവരി ഒന്നും കുഴപ്പമില്ല. പക്ഷേ മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ഈ മാസങ്ങൾ ചെടിയെ സ്നേഹിക്കുന്നത് സൂക്ഷിക്കണം. കാരണം മാർച്ച് ഏപ്രിലൊക്കെ മണലിയുടെ പ്രസവ സമയമാണ്. അപ്പോൾ 10-40 കുഞ്ഞുങ്ങളുണ്ടായവർ ഇവിടെയൊക്കെ ചെടിച്ചട്ടിയിലിടലോ ചെടിച്ചട്ടിയിൽ ഈ കണക്കുള്ള സ്ഥലത്തൊക്കെ വന്നിരിക്കും, അപകടം ഉണ്ടാവും. അങ്ങനെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മൂർഖൻ പാമ്പിൻ്റെ മുട്ട വരുന്ന സീസണാണ് തൊട്ട് മുന്നേ തുടങ്ങും. അപ്പോൾ ഇതൊക്കെ സൂക്ഷിക്കണം. മൂർഖൻ്റെ കുഞ്ഞ് കടിച്ചെന്ന് പറഞ്ഞാൽ വേറെ വലിയ അപകടം ഉണ്ടല്ലോ. പക്ഷേ ചാണലിയുടെ കുഞ്ഞാണെങ്കിൽ പോലും കുഞ്ഞാണെങ്കിൽ സത്യം പറഞ്ഞാൽ അത് എന്തായാലും നോക്കുതാ അടിപൊളി. അപ്പോൾ ഇവിടെയൊക്കെ ഇരിക്കാം അവർക്ക്. കണ്ടണ്ട ഇതാ ഇറങ്ങി പറഞ്ഞേ. അപ്പോൾ എന്തായാലും ചെറിയ ആളൊന്നും അല്ല അദ്ദേഹം. ഏകദേശം ഒരു 3 മാസത്തിലേറെ പ്രായമുള്ള ഒരു കുഞ്ഞൻ മൂർഖൻ. പക്ഷെ ഇദ്ദേഹം മതി, വലിയ ആളൊന്നും വേണമെന്നില്ല, ഇദ്ദേഹം മതി. നല്ല ഭംഗിയല്ലേ. എന്നോട് ആരെങ്കിലും ലോകത്ത് സൗന്ദര്യമുള്ള 2 ജീവി ഒരാളുടെ പേര് വെച്ച് ഞാൻ ഉടനെ പറയുക, ഒന്ന് വാവാ സുരേഷ്, ഒന്ന് പാമ്പു എന്നാണ്. ഇപ്പോൾ ഇത് അത്ര കടിക്കണം ചിന്ത എനിക്ക് തോന്നുന്നത് ഈ ഡോഗിനോട് കളിച്ചുകൊണ്ടിരുന്നതുകൊണ്ടായിരിക്കും. ഡോഗ് അവനെ കളിപ്പിച്ചാണ്, അതായിരിക്കും കടിക്കണം. മേഡം ഒരു ബോട്ടിൽ തരാമോ? അടപ്പ് മുറിക്കാൻ. അപ്പോൾ എന്തായാലും അദ്ദേഹം നമ്മുടെ ഈ ചട്ടീര പുറകിലേക്ക് കയറിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് അമ്പട സക്കോ. അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമുക്കൊരുപാട് കോളുകളുണ്ട്. നമുക്ക് കുഞ്ഞ് മൂർഖൻ, കുഞ്ഞു കുട്ടൻ, മനോജ് കെ ജെ സാറിൻ്റെ സിനിമ വലയിൽ കുരുങ്ങിയ മൊട്ടക്കാട്ടൻ, വലിയ നല്ല 2 അതിഥികളുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 3 പേരുടെ നന്ദി. നമസ്തേ.